ഫാസിസം എന്ന് പറയുന്ന കാര്യം ഒരു മോണോപ്പൊളി അല്ല ഒന്നിൻ്റെയും. റൈറ്റ് വിങ്ങിൻ്റെ മോണോപ്പൊളി അല്ല ഫാസിസം. ലെഫ്റ്റ് വിങ്ങിലും ഫാസിസ്റ്റ് എലിമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ലെഫ്റ്റ് വിങ് ഇല്ല എന്നുള്ളതാണ് മൂൺ ചെയ്യുന്നത്. ഐ ഡെസ്പറേറ്റ്ലി വോണ്ട് എ ലെഫ്റ്റ് വിങ് ഹിയർ എന്നുള്ളതാണ്. ദിസ് ഇസ് എ മോർണിംഗ്. ഇവിടെ ലെഫ്റ്റ് വിങ് ഇല്ല സത്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടുത്തെ മെയിൻ സ്ട്രീം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ റൈറ്റ് വിങ് ടെൻഡൻസീസ് കാണിക്കുന്ന ഒരു സോ കോൾഡ് നെയിം സേക്ക് ലെഫ്റ്റ് വിങ് ആണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ചും റൈറ്റ് വിങ്, എൻ്റെ ഫിലിംസിൽ റൈറ്റ് വിങ്ങിനെതിരെ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആ ഏരിയാസ് ആ ഫിലിംസിനെ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ടിയാൻ ഫോർ എക്സാമ്പിൾ റൈറ്റ് വിങ്ങിന് അഗൻസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഇറ്റ്സ് എൻ ആൻറ്റി റൈറ്റ് വിങ് ഫിലിം, ആൻറ്റി പൊളിറ്റിക്കൽ റൈറ്റ് വിങ് ഫിലിമാണ്. പക്ഷേ അതിനങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, സെലക്റ്റീവ് ആയിട്ടുള്ള വ്യൂയിങ് ഈസ് ഓൾവേസ് ദയർ. അപ്പോൾ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം തന്നെ ഈ റൈറ്റ് വിങ് മലയാള സിനിമകളിൽ ഈ RSS, ശാഖ എന്നൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു രംഗം താങ്കളുടെ സിനിമയിലുണ്ട്. RSS ശാഖ എന്ന് പറയുന്നത് ഞാൻ വളർന്ന സ്ഥലങ്ങളിലുള്ള ഒരു കാര്യമാണ്. RSS ശാഖ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ സിനിമയിൽ RSS ശാഖ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? RSS ഈ സൊസൈറ്റിയുടെ പാർട്ടല്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യു ഹാവ് ടു കേറ്റർ ടു എ സർട്ടൺ തിങ്ക് ടാങ്ക് ടു മേക്ക് എ ഫിലിം. ഐ വോണ്ട് ഡു ദാറ്റ്. ഞാൻ RSSൻ്റെ ശാഖ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ സിനിമയിൽ അത് കാണിക്കും എന്നുള്ളത് തന്നെയായിരുന്നു അന്നത്തെ ഇത്. അതിനെ ഡിമോണൈസ് ചെയ്യാൻ നോക്കുമ്പോഴാണ്, റൈറ്റ് വിങ്ങിനെ ഫാസിസത്തിനെ ഡിമോണൈസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഫാസിസം ശക്തി പ്രാപിക്കുന്നത്. വെൻ യു സ്റ്റാർട്ട് അഡ്രസ്സിങ് ദം. ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഇവിടെ സിനിമ ഉണ്ടായി. 2012 ഇറങ്ങിയ ഈടത്തെ തലത്തിലാണ് ശാഖ ആദ്യം കാണിച്ചെന്ന് പറഞ്ഞാൽ അത് ആരുടെ കുഴപ്പമാണ്? നമ്മുടെ ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, അതിൽ ഫിയറിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആ ആളിൻ്റെ ഫിയർ കാണിക്കുന്നുണ്ട് അതിനകത്ത്. അയാൾ ഒരു ഇത് വരുമ്പോൾ, ശാഖ കാണുമ്പോൾ ആള് അതിൻ്റെ രണ്ട് ആസ്പെക്ട്സും കാണിക്കുന്നുണ്ട്. ഐ ആം നോട്ട് സെയിങ് ദാറ്റ് ദേ ആർ നോട്ട് ഹ്യൂമൻ ബീങ്സ്. ഐ ആം നോട്ട് റെഡി ടു സേ ദാറ്റ്. അതിനെ കാണുന്നത് കൊണ്ടാണ്. കാരണം ഫാസിസം, നമ്മളിപ്പോൾ നാസിസത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ആദ്യം ദേ ലാഫ്ഡ് അറ്റ് ദം. ഈ കമ്മ്യൂണിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ്, അന്നത്തെ ബോൾഷെവിക്സ്, ദേ ലാഫ്ഡ് അറ്റ് ദം ആദ്യം, എന്നിട്ട് ഇഗ്നോർഡ് ദം. ദെൻ ദേ സ്റ്റാർട്ടഡ് റൈസിങ്. ഇതൊക്കെ അവർക്ക് ഫ്യൂവലാണ്. ഇഫ് യു വാണ്ട് ടു ഫൈറ്റ് ദം, അഡ്രസ് ദം ഫസ്റ്റ് ആസ് ഹ്യൂമൻ ബീങ്സ്, ദെൻ യു ഫൈറ്റ്. അത് ചെയ്യാത്തതാണ് ഇവിടുത്തെ കളി. ഇത് സബ്ഹ്യൂമനൈസ് ചെയ്തിട്ട് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ആ ഭയങ്കരമായ ശക്തിയിലല്ലേ വരുന്നത്. ആൻഡ് നൗ വി ആർ ഹെൽപ്ലെസ് എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ. ഒരു സെക്കുലർ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രോബ്ലം ഇപ്പം പറയുന്നുണ്ട്. ഇപ്പോൾ ആ സിനിമയ്ക്ക് നല്ല റീഡിങ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ആ സമയത്ത് വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടാതെ പോയൊരു സാധനമാണ് ഇത് പറഞ്ഞ പോയിന്റ്. ഞാനും നോക്കിയതാണ്. കാരണം RSS തന്നെ അല്ലെങ്കിൽ ശാഖയെ ആദ്യം കാണിക്കുന്ന സിനിമ, ശാഖയിലത്തെ പേടിച്ചതുവരെ എത്തിയിട്ട് ശാഖയിലെ ഒരു ഓടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഈ പുള്ളിയെ ഓടിച്ചിട്ട് വരികയാണ്. അപ്പോൾ RSSനെ പോസിറ്റീവായിട്ട് കാണിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണോ? അതേസമയം RSSന്റെ ഒരു ഫിയറും കാണിക്കുന്നുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിൽ ഫിയർ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതിനുശേഷം ഒരു ഷോട്ടുണ്ട് അതിനകത്ത്, എന്താ പറയണ്ടത്, ഇവർ വരുമ്പോൾ ഇറങ്ങി സൈക്കിളിൽ നിന്ന് ഇറങ്ങി പോകുന്നത്, ആ ഫിയർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ രീതിയിലും കാണിച്ചിട്ടുള്ള സിനിമയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയപ്പോൾ അതിൽ അജയ് കുര്യൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട്. അത് ഹിന്ദി വിരുദ്ധനാണ് ആ ക്യാരക്ടർ. അയാൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് അയാൾ ഭയങ്കര ഹിന്ദി വിരുദ്ധനാണ്. അയാൾ അവസാനം ഹിന്ദിയിൽ ചൂയിങ്കം തുപ്പി ഇത് പൊതിഞ്ഞ് ക്ലോസറ്റിൽ ഇടുന്നൊരു സാധനമുണ്ട്. എന്നെ വിളിച്ച റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഹിന്ദി അപമാനിക്കാമോ, ഹിന്ദി അപമാനിക്കുന്നത് ശരിയാണോ? അപ്പോൾ ഐ ഹാവ് ടു ഹിയർ ബോത്ത് ദി സൈഡ്സ്. അതാണ് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ച പുള്ളിയോട്, ഞാൻ എന്നാൽ നമുക്ക് ഹിന്ദി സംസാരിച്ചാലോ എന്ന്. അല്ല, എനിക്ക് ഹിന്ദി അറിയില്ല. ഹിന്ദി അറിയണ്ടേ. അത് ഇൻഡിഫറൻ്റ് ആയിരുന്നു. ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഓസ്ട്രസൈസിങ് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം. അത് എനിക്ക് ചെയ്യുമ്പോഴേ അറിയാമായിരുന്നു. അങ്ങനെ ഹോസ്റ്റലായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ അവരിപ്പോഴും ആണോ എന്ന് വെച്ചാൽ ഇപ്പോഴും ആണ്. ഡെഫിനറ്റ്ലി. കാരണം ഞാൻ റൈറ്റ് വിങ്, ഒരു തരത്തിലുള്ള റൈറ്റ് വിങ് ഇതിലുള്ള ആളല്ല. ഐ എം അഗൈൻസ്റ്റ് റൈറ്റ് വിങ്. അല്ല, എക്സാക്ട്ലി. ലെഫ്റ്റ് ക്രിട്ടിക് ആണ് അതിനകത്തുണ്ട്. അത് വൺ ഓഫ് ദ ഫാസറ്റ്സ് ആണ് ആ സിനിമയുടെ. അത് ഓൺലി വൺ ഓഫ് ദ ഫേസസ് ലെഫ്റ്റ് ക്രിട്ടിക് ഉണ്ടെന്ന്. അതൊരു വാസ്തവത്തിൽ ഒരു
ഒരു ഡിസെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, 3 തരം ആൾക്കാർ സർക്കംസ്റ്റൻഷ്യലായിട്ട് എങ്ങനെ ക്യാരക്ടർ ഉണ്ടാകുന്നു, ഈ ക്യാരക്ടേഴ്സ് എങ്ങനെ തമ്മിൽ ഉരസുന്നു, അപ്പോൾ അതിലെങ്ങനെ ഒരു ഫയർ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ സിനിമ ഡിസ്കസ് ചെയ്തത്. അല്ല, അത് അഗെയിൻ ഇതൊരു ഫിക്ഷണൽ വർക്കാണ്. അതിലൊരിടത്തും റൊമാൻറ്റിസൈസ് ചെയ്യുന്നില്ല ആ സിനിമയിൽ. ലെഫ്റ്റിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നില്ല ആ സിനിമയിൽ. ഇറ്റ് ഷുഡ് ബി ഒരിടത്തും പറയുന്നില്ലല്ലോ. ഐ ആം ജസ്റ്റ് ഷോയിങ് ദിസ് തിങ്സ്. നെവർ ഫോർ വൺസ് ഇറ്റ് ഇസ് സെഡ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റ്, അതായത് സ്റ്റാലിൻ ട്രോട്സ്കി കോൺഫ്ലിക്റ്റ്, നമ്മൾ ഇവിടെ വന്നാലും ഈ ദ്വന്ദ്ങ്ങളെ കാണാൻ പറ്റും. ലെഫ്റ്റിൻ്റെ ഒരു മൊത്തം ലെഫ്റ്റ് എപ്പോഴും നിൽക്കുന്ന ഈ അടിയാണ്. ഈ ഐഡിയലിസ്റ്റും ഈ സ്റ്റാലിനിസ്റ്റും തമ്മിലുള്ള ഒരു അടിയുണ്ട്. ആ അടിയിൽ വർക്ക് ചെയ്യുന്നൊരു സിനിമയാണത്. അനിൽ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുള്ള കുറച്ചായിട്ടുള്ളതാണ് ഈ ലെഫ്റ്റിൽ തന്നെ ഈ മുഖ്യധാര ഇടതുപക്ഷത്തിന്റെ ഒരു വിമർശനമായിരുന്നെന്ന് പറഞ്ഞത് മൊത്തം ആ ഇടതുപക്ഷ സംഘടനയെ ഒരു വ്യക്തിയിലേക്ക് മുഴുവൻ എല്ലാ പ്രതികൂലമായിട്ടുള്ള ക്യാരക്ടറും ആ ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുവന്ന് ആ വ്യക്തിയാണ് ഇതിനെല്ലാം കാരണം എന്ന് വരുത്തുന്നു. ഇല്ല, അത് ക്രിറ്റിസിസമാണ്, അവിടുന്ന് വന്ന ക്രിറ്റിസിസമാണ്. പക്ഷെ ആ സിനിമ കണ്ടാൽ അത് മനസ്സിലാവും. അങ്ങനെ അല്ല ആ സിനിമ വ്യൂ ചെയ്താൽ മനസ്സിലാവും. നമ്മളൊരു വെസ്റ്റേൺ ഇൻട്രസ്റ്റിൻ്റെ ക്രിറ്റിസിസത്തിന് ഞാൻ അങ്ങനെ ചെവി കൊടുക്കാറില്ല. ആ സിനിമ ഇഫ് യു വാച്ച് ഇറ്റ് ട്രൂത്ത്ഫുള്ളി, ഇഫ് യു ആർ ട്രൂത്ത്ഫുൾ ടു യുവർ സെൽഫ്, യു വിൽ നെവർ സീ ദാറ്റ്. അതിലെല്ലാ ആദ്യം പോലും ഒന്നുകൂടെ കൊണ്ടുപോകും, അത് മനസ്സിലാവും. റിഫ്ലക്റ്റീവ് ആണ്. പക്ഷേ ഞാനൊരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, അത് ഞാൻ പറയുകയില്ല. അത് ഇവിടുത്തെ ഒരു ഡൈനാമിക്സ് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ എന്നുള്ള ഇത് മനസ്സിലാവും, എന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ചെന്നുള്ളത് മനസ്സിലാവും. റിഫ്ലക്റ്റീവ് ആണ് ക്യാരക്ടറൈസേഷൻ. അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ പോകും. അപ്പം നമുക്ക് ആ ട്രൈറ്റ് ഉള്ള ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങളതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നത് തന്നെ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ടായിരിക്കാം. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. 10 വർഷമായി സിനിമയിൽ. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്, അതൊരു ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പൊ ഈ 7 വർഷത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റൂളിംഗ് കഴിഞ്ഞു. ഏറെക്കുറെ നേരത്തെ പറഞ്ഞ ഒരു ലെഫ്റ്റ് ഡീവിയേഷൻ എങ്ങനെ സൊസൈറ്റിയിൽ വരുന്നതെന്ന് താങ്കൾ അന്ന് എഴുതിയത് ഇന്നൊക്കെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2023 ആ സിനിമ കുറച്ചുകൂടെ ജനത്തിന് കൺവേ ചെയ്യുമായിരുന്നു. അങ്ങനെ നമുക്ക് ഒരു സമയത്ത് ഒരു കാര്യം പറയാനേ പറ്റൂ. അത് എത്രത്തോളം അതിനൊരു പ്രഡിക്റ്റീവ് ഇതുണ്ട്, അതിനൊരു പ്രൊഫസിയുടെ ക്വാളിറ്റി ഉണ്ടെന്നുള്ളതൊക്കെ അത് വരാൻ പോകുന്ന ആളുകളും പിന്നെ കാണുന്ന ആൾക്കാരും അവരുടെ കയ്യിലാണുള്ളത്. പക്ഷേ ട്രൂത്ത്ഫുള്ളായിട്ടൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നതാണ്, ട്രൂത്ത്ഫുള്ളായിട്ടൊരു കാര്യം പറഞ്ഞാൽ അതിന് റെസൊണൻസ് ഉണ്ടാവുന്ന സമയത്ത് അതിന് റെസൊണൻസ് ഉണ്ടായിരിക്കും. ഇഫ് ഇറ്റ് വാസ് എ ലൈ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒബ്സർവേഷൻ ആവശ്യമില്ലായിരുന്നൊരു സിനിമയാണെങ്കിൽ അതിന് ആ പ്രസക്തിയിൽ തന്നെ എക്കാലവും നിൽക്കും, അതിൽ മാറില്ല. പക്ഷെ അതിൽ നമ്മൾ സിൻസിയറായിട്ടാണ് എഴുതിയതെങ്കിൽ നമ്മൾ എന്തൊക്കെ നഷ്ടങ്ങൾ സഹിച്ചാലും അതിന് ആ സമയം വരുമ്പോൾ അതിനൊരു ഓഡിയൻസ് ഉണ്ടാവും. അതിനൊരു കൾട്ട് ഫോളോയിങ് ഇപ്പോൾ ഉള്ളതും അത് കാരണമാണ് എന്നാണ് തോന്നുന്നത്. അത് ബയോപിക്സ്, അത് അഗെയിൻ ഒരു ഫാസിസ്റ്റിക് ട്രൈറ്റിന് അഗൻസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. അതായത് പ്രോപ്പഗൻഡ മിഷനറി ഇപ്പോൾ ഗീബൽസ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ലെനി റൈഫൻസ്റ്റാൾ പോലത്തെ ഫീമെയിൽ ഡയറക്ടർ അറിയാമല്ലോ, നാസി ജർമ്മനിയുടെ. അപ്പോൾ സിനിമയുടെ പവർ മനസ്സിലാക്കിയ അഡോൾഫ് ഹിറ്റ്ലർ അല്ല, അത് ഗോഡ് ഹെഡ് മാത്രമാണ്. ഇപ്പോൾ ഗീബൽസ് അന്ന് ഈ പ്രോപ്പഗൻഡ ഫിലിംസ് നമ്മളിപ്പോൾ കാണുന്ന ഹിറ്റ്ലറിൻ്റെ ഓൾമോസ്റ്റ് ഒരു 90% പ്രോപ്പഗൻഡ ഫിലിംസും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ലെനി റൈഫൻസ്റ്റാൾ കമ്മീഷൻ ബൈ ഗീബൽസാണ്. അപ്പോൾ ഈ സാധനങ്ങൾ എപ്പോഴും ഇലക്ഷൻ്റെ മുമ്പേ, ഡെമോക്രസി എന്നുള്ളതിൽ നമുക്ക് അതൊരു 2019 ഇലക്ഷൻസിന് മുമ്പ്, ഇത് പഴയ തീമാണ്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന വളരെ പഴയ തീംസിലൊന്നാണ്. 2019 ഇലക്ഷൻസിന് മുമ്പ് അത് ഡെഫിനറ്റ്ലി ഉണ്ടാവും എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഈ പടം ഇറങ്ങിയ സമയത്ത് അങ്ങനെ ആൾക്കാരത് മനസ്സിലാക്കിയ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലറി ഓഫ് ബയോപിക്സ്, ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു ബയോപിക്സ് ഇറങ്ങിയല്ലോ. അപ്പോൾ ഐ വാസ് വിൻഡിക്കേറ്റഡ്, ബട്ട് വിൻഡിക്കേഷൻ ഈസ് നോട്ട് എ റൈറ്റ് റീപ്ലേസ്മെന്റ് ഫോർ ബോക്സ് ഓഫീസ് സക്സസ്. പിന്നീട് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, പക്ഷെ ആ തരത്തിൽ തിരിച്ചാണ് ആ തരത്തിൽ അതിനെ വിലയിരുത്തുകയോ അതിനെ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ?
എഗെയിൻ ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അന്ന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ദിലീപിൻ്റെ അഗൻസ്റ്റ് ആയിട്ടുള്ള കേസ് അന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു ബോയ്ക്കോട്ട് കോൾ ഉണ്ടായിരുന്നു. എഗെയിൻ ആ സിനിമ കാണരുതെന്ന് പറഞ്ഞൊരു കോൾ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഹോസ്റ്റൈലായിട്ടുള്ളൊരു ഓഡിയൻസ് ഭയങ്കര സ്കെപ്റ്റിക്കലായിട്ട് വന്ന് കാണുകയും പിന്നെ അങ്ങനെ അവിടെ ഓഡിയൻസിന് മുമ്പിൽ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിമാണത്. അപ്പോൾ എഗെയിൻ നമ്മളിപ്പോൾ കാണാൻ വരുന്നതും പിന്നെ അതിൻ്റെ ട്രെയിലർ കട്ട് എനിക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ടായിരുന്നൊരു കട്ടാണ്, അതിൻ്റെ ടീസർ കട്ട് എന്ന് പറയുന്നത്. അത് ഭയങ്കര ഒരു മാസ് ഫിലിം എന്നുള്ളൊരു ഇമേജ് കൊടുത്തിട്ടാണ് അത് ഇറക്കിയത് അന്ന്. അപ്പോൾ അതൊക്കെ അതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എഗെയിൻ ഞാൻ പറഞ്ഞ റീസൺ ഇത്രയും വിഷയങ്ങൾ. പിന്നെ ആ സിനിമ കുറച്ച് എക്സ്പെരിമെൻ്റൽ നേച്ചറുള്ള സിനിമയാണ്, ഒരു ടിപ്പിക്കൽ മെയിൻ സ്ട്രീം സിനിമയല്ല അത്. അതിൽ കുറച്ച് ആപ്ലിക്കേഷൻ വേണ്ടിയിരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമ ഇറങ്ങുമ്പോൾ അത് ഇറ്റ് ക്യാൻ ഗോ എയ്തർ വേ എന്നുള്ളത് ആസ് ദ റൈറ്റർ ഐ ഓൾസോ ന്യൂ ഇറ്റ്, ആസ് ദ ഡയറക്ടർ രതീഷ് ഓൾസോ ന്യൂ ഇറ്റ്. ഈ സിനിമ ചെയ്ത സമയത്ത് പറഞ്ഞ സംഭവം തന്നെയാണ് ഈ ദിലീപുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ദിലീപ് ഒരു വലിയ ആക്ഷേപത്തിന്റെയും ആരോപണത്തിന്റെയും നിൽക്കുമ്പോഴാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരാളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് ഇപ്പോഴും ഞാൻ സിനിമ തുടങ്ങുമ്പോൾ ഈ ഒരു ഇഷ്യൂ ഒന്നുമില്ല. നമ്മൾ സിനിമയുടെ പകുതി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ഇഷ്യൂ വന്നത്. പക്ഷേ ഞാൻ പേഴ്സണലി ഒരാളെയും ജഡ്ജ് ചെയ്യില്ല. എനിക്കൊരു ഉറപ്പുമില്ലല്ലോ അത് ചെയ്തതിന് പിന്നിൽ പുള്ളിയാണോ എന്നുള്ളത്. ആർക്കും ഇല്ലല്ലോ. ഇപ്പോൾ പറയുന്ന ആർക്കാണുള്ളത്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്? അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പോലും അല്ല. ബിക്കോസ് ഞാൻ ലോജിക്കാണ് ചോദിക്കുന്നത്, റീസണാണ് ചോദിക്കുന്നത്. ഈസ് ഇറ്റ് റീസണബിൾ to go against a man who hasn't been proven guilty? No, it is not. അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അവിടെ വരുന്ന പോലുമില്ല പിക്ചറിൽ. അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വേർഡിക്റ്റ് വരട്ടെ. വേർഡിക്റ്റ് വന്നാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. പക്ഷെ വേർഡിക്റ്റ് വരാത്തിടത്തോളം കാലം അന്നും ഇന്നും ഞാൻ പറയില്ല. അതെ അതെ, വേർഡിക്റ്റ് വന്നാൽ മാത്രമേ നമ്മൾ ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ. അല്ലാതെ അല്ല, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് അതിനുശേഷം അസോസിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പ്രോബ്ലം ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ജഡ്ജ്മെന്റ് അക്യൂസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് അമൗണ്ട് ടു എ വേർഡിക്റ്റ്. പിന്നെ മാത്രമല്ല മാസ് വേർഡിക്ട്സ്, അതായത് ക്രൗഡ് മോബ് വേർഡിക്റ്റ് ആണ് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മൾ അതിന് ക്ലാപ്പ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് പുള്ളിക്ക് അഗൻസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ അന്ന് കൂവിയ ആൾക്കാരും ഒക്കെ അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. അല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് ഒരു വർക്ക് ഓഫ് ആർട്ട് അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ വർക്ക് ഓഫ് ആർട്ട് പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്നില്ല. അല്ല, വർക്ക് ഓഫ് ആർട്ടിലെ പറയുന്ന ഡെപ്പിക്ഷൻസ്, ഇപ്പോൾ ഒരു ക്യാരക്ടർ ഒരു കാര്യം പറഞ്ഞു, ആ ക്യാരക്ടറിനെ അടുത്ത ദിവസം ഒരു റീലാക്കി ഇട്ടിട്ട് ഇതിനെ എഴുതിയ എഴുത്തുകാരൻ ഒട്ടും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറയുന്ന ഒരു ശീലമുണ്ട് ഇപ്പോൾ. അതൊക്കെ ടോട്ടലി എന്താണ് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്.